ഹായ് ഓൾ. നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് SHMN, അതായത് സിമ്പിൾ ഹാർമോണിക് മോഷൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിനകത്ത് ആവശ്യമായിട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ വേണ്ട കുറച്ച് ഇക്വേഷൻസ് ആണ്. പ്രധാനമായിട്ട് വന്നത് ടൈം പീരീഡ്, ഫ്രീക്വൻസി, പിന്നെ ഒമേഗ, ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻസ് ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ടൈം പീരീഡിനും ഫ്രീക്വൻസിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. അപ്പം ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ നോക്കുക, ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നോക്കുക. ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് T=2π/ωn എന്നാണ്. അപ്പം ഒമേഗ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ഫ്രീക്വൻസി ആണ്. അതിനകത്ത് ഒമേഗ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √K/m എന്നാണ് ഇക്വേഷൻ. അതായത് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിഫ്നെസ്, സ്പ്രിങ്ങിന് ഒരു സ്റ്റിഫ്നെസ് ഉണ്ട്, അതായത് റീസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ട്. അതായത് ഒരു സ്പ്രിങ് നമ്മൾ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു മാസുമായിട്ട് കണക്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. സോ അങ്ങനെ മാസുമായിട്ട് കണക്ട് ചെയ്യുമ്പം ഒരു എന്താണ് നമ്മളൊരു ഇതിനൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകും. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്, അത് ഇങ്ങോട്ടേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. സോ മൂവ് ചെയ്യുന്ന സമയത്ത് സ്പ്രിങ് എന്ത് ചെയ്യും, അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് തിരിച്ചു വരാനുള്ള ടെൻഡൻസി കാണിക്കും. ആ ഒരു റീസ്റ്റോറിങ് ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഎഫിഷ്യൻ്റ് ആണ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. സോ ഒമേഗ എന്ന് പറയുന്നത് നാച്ചുറൽ ഫ്രീക്വൻസി ആണ്. സോ ഒമേഗ എൻ ആണ് നാച്ചുറൽ ഫ്രീക്വൻസി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് ഡിവൈഡഡ് ബൈ നമ്മൾ കണക്ട് ചെയ്യുന്ന മാസ് ഏതാണോ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. ക്ലിയർ ആയോ? ദെൻ അപ്പം ടൈം പീരീഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 2π/ωn എന്നുള്ളതാണ്. നമുക്ക് ഒമേഗ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു K/m ആണ്. സോ നമ്മൾ ഈ ഒരു ഇക്വേഷനകത്തേക്ക് വരുമ്പോൾ നമ്മൾ ഒമേഗ എൻ എന്ന് പറയുന്നത് 1/ωn ആണ് അല്ലേ. നമുക്ക് ഈ 2π ഡിവൈഡഡ് ബൈ ഒമേഗ എൻ എന്നാണ്. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2π√m/k എന്നാണ് ഇക്വേഷൻ. ഓക്കെ, ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ ആണത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ആണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/ടൈം പീരീഡ് ആണ്. സോ 1/ടൈം പീരീഡ് ആണ്. ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2π/ωn ആണ്. അപ്പോൾ അത് 1/t ആകുന്ന സമയത്ത് ωn/2π ആവും. നമുക്ക് നെക്സ്റ്റ് വേണ്ടത് അൺഡാംപ്ഡ് ഫ്രീ വൈബ്രേഷൻ ആണ്. അൺഡാംപ്ഡ് ഫ്രീ വൈബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫോഴ്സ് കൊടുക്കാതെ തന്നെ ഇത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഫ്രീ വൈബ്രേഷൻ. അൺഡാംപ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാംപ്ഡ് എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ്. ഡാംപ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു വൈബ്രേഷൻ ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വേവ് ഫോം ആയിരിക്കും. സോ ഡാംപ്ഡ് അല്ലെങ്കിൽ ഡാംപ്ഡ് വൈബ്രേഷന് ഡാമ്പിങ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്, ആദ്യമൊക്കെ മാക്സിമം ആയിരിക്കും, അത് റെഡ്യൂസ് ചെയ്ത് 0യിലേക്ക് മാറുന്നു. ആംപ്ലിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു 0. ഈ ഒരു കണ്ടീഷനാണ് അവിടെ ഡാമ്പിങ് കൊടുത്തിരുന്നത്. ആംപ്ലിറ്റ്യൂഡ് റെഡ്യൂസ് ചെയ്യുന്നു. അതായത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനേക്ക് കൊടുക്കുന്നു, അത് കുറച്ച് ഫ്രിക്ഷണൽ ഫോഴ്സ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ആകുമ്പോൾ കൊടുക്കുന്ന ഫോഴ്സ് എല്ലാം മാക്സിമം ഇങ്ങനെ ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യത്തില്ല. അപ്പം ആദ്യമൊക്കെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവും, പക്ഷെ അത് എന്ത് ചെയ്യും, കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ ആംപ്ലിറ്റ്യൂഡ് റെഡ്യൂസ് ചെയ്ത് നമുക്ക് കൊടുത്ത ഫോഴ്സുകളെല്ലാം ഫ്രിക്ഷണൽ ഫോഴ്സും കൂടെ ആയിട്ട് മാറുന്നത് കൊണ്ട് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 0യിലേക്ക് മാറും. സോ ഇങ്ങനെ വരുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഡാമ്പിങ് എന്ന് പറയുന്നത്. അപ്പോൾ അൺഡാമ്പിങ് ആകുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഒന്നും ഇല്ല, കൊടുക്കുന്ന ഫോഴ്സ് എല്ലാം ഇങ്ങനെ ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ യൂസ് ചെയ്യുന്നു. സോ ആ കേസാണ് അൺഡാമ്പ്ഡ്. അതായത് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആകുന്നത്, ആംപ്ലിറ്റ്യൂഡ് 0 ആകാത്ത കേസാണ് അൺഡാമ്പിങ് കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ ആ കണ്ടീഷനിൽ നമുക്ക് കിട്ടുന്ന ഒരു ഫ്രീക്വൻസി ഇക്വേഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് പറയാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് പറയുന്നത് നമ്മളൊരു സ്പ്രിംഗ് മാസ് സിസ്റ്റമാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മൾ എല്ലാത്തിനകത്തും ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പ്രിംഗ് ഉണ്ടാകും, ദെൻ ദാറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദി മാസ്. അപ്പം സ്പ്രിങ്ങിനൊരു ഫോഴ്സ് ഉണ്ട്, സ്പ്രിംഗ് ഫോഴ്സ് അല്ലേ. അപ്പം സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് എന്ന് പറഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അതായത് സ്പ്രിങ്ങിൻ്റെ ഫോഴ്സ് എഫ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അവിടുത്തെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സ്പ്രിങ് മാസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാസ് കാരണം ആ സ്പ്രിങ് എന്ത് ചെയ്യും, വലിയും അല്ലേ. സോ എത്രമാത്രം വലിയുന്നു, ആ വലിയുന്നതിനെ ഡയറക്റ്റ് വലിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് എന്ത് ചെയ്യും പറയാം. സപ്പോസ് ഫസ്റ്റ് കണ്ടീഷൻ ഇതാണ്, ദെൻ സെക്കൻഡ് കണ്ടീഷൻ വലിഞ്ഞു കഴിയുമ്പോൾ മാസ് എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് മാറി. സോ ഇത്രയും ഡിസ്പ്ലേസ് ചെയ്തു, ഇത്രയും പോർഷൻ അത് എന്ത് ചെയ്തു, ഡിസ്പ്ലേസ് ചെയ്തു. അപ്പം മാസിൻ്റെ പൊസിഷൻ മാറി. നേരത്തെ ഇവിടെ ഇരുന്ന മാസ് ഇപ്പം എന്തായതാണ്ട് ഇങ്ങോട്ടേക്ക് ഡിസ്പ്ലേസ് ചെയ്തു. സോ മാസിൻ്റെ പൊസിഷൻ ചേഞ്ച് ആയി.
സോ ഇങ്ങനെ പൊസിഷൻ ചേഞ്ച് ആകുമ്പോൾ തന്നെ ഡിസ്പ്ലേസ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ സ്പ്രിങ് താണ്ടേ ഈ ഫസ്റ്റ് കണ്ടീഷനിലേക്ക് തിരിച്ചു വരണം, അതായത് മാസ് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചുള്ള ടെൻഡൻസി കാണിക്കും. സോ ആ ടെൻഡൻസി കാണിക്കുന്നതാണ് നമ്മൾ സ്പ്രിങ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം ആ സ്പ്രിങ് ഫോഴ്സ് എന്ന് പറയുന്നത് എത്ര ഡിസ്പ്ലേസ് ചെയ്തു ആ ഡിസ്പ്ലേസ് ചെയ്ത് തിരിച്ചു വരികയാണ്. അപ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എത്രയാണോ ഡിസ്പ്ലേസ് ചെയ്തത് അതിന് ഇക്വലൻ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ നമ്മൾ ഇനി ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് മാറ്റാൻ വേണ്ടി അപ്പോൾ നമ്മളറിയാം സ്പ്രിങ് ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്, ദെൻ സ്പ്രിങ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ്. അവിടെ കൊടുക്കുന്ന ആ ഒരു കോൺസ്റ്റന്റ് ടേം ആണ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. അത് സ്പ്രിങ്ങിൻ്റെ ഒരു കോൺസ്റ്റന്റ് ആണ്. ആ ഒരു കോൺസ്റ്റന്റ് വെച്ചിട്ടാണ് നമ്മൾ ആ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് മാറ്റുന്നത്. ദെൻ അവിടെ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ബൈ എക്സ് എന്നായിരിക്കും ഇക്വേഷൻ. ഓക്കെ, ദെൻ സ്റ്റിഫ്നെസ്സിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്ടൺ പെർ മീറ്റർ ആയിരിക്കും. ഓക്കെ, ന്യൂട്ടൺ പെർ മീറ്റർ ആയിരിക്കും എന്താണ് കെയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കുക. അപ്പം ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റം ഉണ്ട്. സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിന് എന്തുണ്ടാവും, ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് അത് തിരിച്ചു വരാനുള്ള ടെൻഡൻസി കാണിക്കും. അപ്പോൾ ടെൻഡൻസി കാണിക്കുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. സ്പ്രിംഗ് ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ദെൻ സ്പ്രിംഗ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു കെ എക്സ്, അതായത് ആ ഡിസ്പ്ലേസ്മെന്റ് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് മാറ്റാൻ വേണ്ടി കോൺസ്റ്റന്റ് കൊടുക്കുന്നു. ദാറ്റ് ഈസ് സ്പ്രിംഗ് കോൺസ്റ്റന്റ്. അതിൻ്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പം അതുമായിട്ട് കണക്ട് ചെയ്തൊരു ഫിഗറാണ് അതിവിടെ കാണിച്ചിട്ടുള്ളത്. നോക്കിയാൽ അറിയാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു സ്പ്രിങ് ഉണ്ട്. ദെൻ സ്പ്രിങ്ങിന് ഒരു മാസ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്പ്രിങ് ഫസ്റ്റ് ഇവിടെ നിൽക്കുകയായിരുന്നു. അതൊരു മാസ് കണക്ട് ചെയ്തപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് തന്നെ ഈ കാണിച്ചിരിക്കുന്ന ഡെൽറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മാസ് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ മാസിൻ്റെ വെയിറ്റ് താഴേക്കുണ്ട്. മാസിൻ്റെ വെയിറ്റ് കാരണം താഴേക്ക് പോകുന്നത്. അപ്പം അത് താഴേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രിങ് അതിനൊരു ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചു. അപ്പം തിരിച്ചതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് സ്പ്രിങ് എന്ത് ചെയ്യും, ഒരു ഫോഴ്സ് കൊടുക്കും. ആ ഫോഴ്സിനെയാണ് സ്പ്രിങ് ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ളത് കെ ഇൻറ്റു എക്സ് എന്നാണ്. എക്സ് ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്നുള്ള അസംഷനാണ് എക്സ് കൊടുത്തത്. ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് ഡെൽറ്റ എന്ന് വേണമെങ്കിലും റെപ്രസെന്റ് ചെയ്യാം. സോ മാസ് താഴേക്ക് പോകുമ്പോൾ അതിനെ ഒറിജിനൽ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്പ്രിങ് കൊടുക്കുന്ന ഫോഴ്സ് ആണ് നടക്കിയ ഡെൽറ്റ. അത് എങ്ങോട്ടായിരിക്കും, എങ്ങോട്ടാണോ മാസ് അല്ലെങ്കിൽ മാസിന്റെ വെയിറ്റ് പോകുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആ സ്പ്രിങ് ഫോഴ്സ് പോകുന്നത്, കെ ഡെൽറ്റ. അത്രയും ക്ലിയർ ആയോ? ഓക്കെ, അതാണ് ഈ ഒരു 3 ഫിഗർ പറയുന്നത്. ഇതാണ് ഇവിടെ ഒരു സ്പ്രിങ് ഉണ്ട്, ഇവിടെ ഒരു മാസ് ഉണ്ട്. അപ്പോൾ മാസിന് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നത്, അതായത് സ്പ്രിങ്ങിന്റെ മാസ് മുകളിലേക്കും താഴേക്കും ഇങ്ങനെ ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ചുമ്മാ എന്തെങ്കിലും എന്തെങ്കിലും ഒരു സ്പ്രിങ് ബാലൻസ് ആണെങ്കിൽ പോലും ഇത് വെയിറ്റ് ഇട്ട് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്കും താഴേക്കും പോകും. ഓക്കെ, അപ്പോൾ ആ ഒരു കേസ് ആകുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് മുകളിലേക്കും താഴേക്കും സംഭവിക്കും. ഓക്കെ ആണല്ലോ. അപ്പം ഒറിജിനലായിട്ട് ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ഓക്കെ ആണല്ലോ. സോ ആ ഡിസ്റ്റൻസ് ആണ് എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസ് ഉണ്ട്, ആ മാസിന്റെ വെയിറ്റ് താഴേക്കുണ്ട്, അതാണ് എം ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ ഈ സാധനത്തിന് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, സ്പ്രിംഗ് ഫോഴ്സ്. ആ ഡിസ്പ്ലേസ്മെന്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, ദാറ്റ് ഈസ് എക്സ്. ഓക്കെ, അപ്പം ഇവിടെ ഇത് ഡിസ്പ്ലേസ് ചെയ്യുന്നത് എഫ് എസ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് എന്ന് പറയുന്ന സ്പ്രിംഗ് ഫോഴ്സിന് അത് റീസ്റ്റോർ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അതായത് അത് പോകുന്നത് പോലെ തന്നെ തിരിച്ചു വരിക. അപ്പം ആ പോകുന്നത് പോലെ തന്നെ സ്പ്രിങ്ങിന് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഒരു സ്പ്രിംഗ് ഫോഴ്സ് ഉണ്ട്. ആ സ്പ്രിംഗ് ഫോഴ്സ് ആണ് കെ ഇൻറ്റു എക്സ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എഫ് ഇസ് ഈക്വൽ ടു കെ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എക്സും ഡിസ്പ്ലേസ് ചെയ്തു, ഒരു ഡെൽറ്റയും കൂടി ഡിസ്പ്ലേസ് ചെയ്തു എന്ന് വിചാരിക്കുക. അതായത് എക്സ് പ്ലസ് ഡെൽറ്റ, ടോട്ടൽ അതിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എക്സ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ് ചെയ്തു പ്ലസ് ഡെൽറ്റയും കൂടെ ഡിസ്പ്ലേസ് ചെയ്തു. ആദ്യം അതെങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രിങ് ഒറ്റയ്ക്ക് നിന്നപ്പം അതിനകത്തേക്ക് ഒരു മാസ് കണക്ട് ചെയ്തപ്പം ഡെൽറ്റ ഡിസ്പ്ലേസ്മെന്റും, ഇത് ഫസ്റ്റ് സ്പ്രിങ് ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ,
അതിനകത്തേക്കാണ് മാസ് കണക്ട് ചെയ്തത്. അപ്പോൾ ഒരു ഡെൽറ്റ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. ദെൻ പിന്നെ വൈബ്രേഷൻ ഉണ്ടായപ്പോൾ എക്സ് ഡിസ്പ്ലേസ്മെന്റും കൂടി ഉണ്ടായി. സോ മൊത്തത്തിൽ ആ ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഡെൽറ്റ പ്ലസ് എക്സ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പം സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ഡെൽറ്റ പ്ലസ് എക്സ് ആണ്. അപ്പം ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് മാറ്റാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണ്? എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡെൽറ്റ പ്ലസ് എക്സ് എന്നാവും. ഓക്കെ ആയോ? സോ ഇതാണ് ഈ ഒരു ഇക്വേഷൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആദ്യം സ്പ്രിങ് മാത്രം, സ്പ്രിങ്ങിനകത്തേക്ക് ഒരു ഫോഴ്സ് കൊടുത്തു, സ്പ്രിങ്ങിനകത്തേക്ക് ഒരു മാസ് കണക്ട് ചെയ്തു. മാസ് കണക്ട് ചെയ്തപ്പോൾ അതിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ് ഡെൽറ്റ എന്ന് പറയുന്നത്. മാസ് കണക്ട് ചെയ്തതിനു ശേഷം അത് വൈബ്രേറ്റ് ചെയ്തു, മുകളിലേക്കും താഴേക്കും വൈബ്രേറ്റ് ചെയ്തു. സോ അപ്പോൾ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ് എക്സ് എന്ന് പറയുന്നത്. ടോട്ടലി ആ ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ പ്ലസ് എക്സ് ആണ്. സോ ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പം ഇവിടെ മൊത്തം ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഡെൽറ്റ പ്ലസ് എക്സ് ആണ്. സോ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന കോൺസ്റ്റന്റ് ആണ് കെ. സോ ഇത് ഈക്വൽ ആവും. ക്ലിയർ ആയോ? സോ അതാണ് ഈ ഫൈനൽ ഫിഗർ. മാസ് വെയിറ്റ് താഴേക്ക് പോയി. ഇപ്പോൾ ടോട്ടലി ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് കെ ഇൻറ്റു എക്സ് പ്ലസ് ഡെൽറ്റ ആണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അതായത് ഇക്വേഷൻ എന്ന് പറയുന്നത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ആണ്. ഫോഴ്സ് ഇസ് ഈക്വൽ ടു എം എ എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യാണ്. സോ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ടോട്ടലി ഇതിനുണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എം ജി താഴോട്ട്, അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുന്നു. അപ്പോൾ അതിന് നേരെ മുകളിലോട്ടാണ് ആര് പോകുന്നത്? കെ ഇൻറ്റു എക്സ് പ്ലസ് ഡെൽറ്റ. സോ ഇത് മുകളിലേക്ക് പോകുന്ന ഫോഴ്സ് ആണ്. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. സോ ഒരെണ്ണത്തിനെ പോസിറ്റീവ് ആക്കി എടുക്കാം, മറ്റൊരു നെഗറ്റീവ് ആക്കി എടുക്കാം. സോ മൈനസ് കെ ഇൻറ്റു എക്സ് പ്ലസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. സോ അതാണ് തന്നെ ഈ ഒരു ഇക്വേഷൻ. നെക്സ്റ്റ് നോക്കിക്കേ, ഇനി എം ജി ഇതിനകത്തേക്ക് കൊടുക്കുന്നു കെ ഇൻറ്റു എക്സ്, ദെൻ കെ ഇൻറ്റു ഡെൽറ്റ, കെ ഇൻറ്റു എക്സ്, കെ ഇൻറ്റു ഡെൽറ്റ. ദെൻ ഇവിടെ ആക്സലറേഷന് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് വരുന്നത് സിൻസ് എം ജി ഈസ് ഈക്വൽ ടു കെ ഡെൽറ്റ. ചുമ്മാതെ ഒരു സ്പ്രിങ് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഒരു മാസ് കണക്ട് ചെയ്യുന്നു. ദെൻ മാസ് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ മാസിന് താഴേക്കുള്ള ടെൻഡൻസി ഉണ്ട്. സോ മാസിൻ്റെ വെയിറ്റ് താഴേക്കാണ്. ദെൻ അതിൻ്റെ മുകളിലേക്ക് എന്തുണ്ട്? ഒരു സ്പ്രിങ് ഫോഴ്സ് ഉണ്ട്. അതെന്ന് പറയുന്നത് കെ ഇൻറ്റു ഡെൽറ്റ ആണ്. ഡെൽറ്റ എന്ന് പറയുന്നതാണ് അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്നുണ്ടെങ്കിൽ. ചുമ്മാ ഒരു മാസ് കണക്ട് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ തിരിച്ചു പോകുന്നത് കെ ഡെൽറ്റ. പക്ഷെ അതിനെ വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് പിന്നെ എക്സും കൂടെ വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എം ജി ഈസ് ഈക്വൽ ടു കെ ഡെൽറ്റ ആണ്. അതായത് എം ജി കെ ഡെൽറ്റ. അപ്പോൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. സോ രണ്ടുകൂടെ ക്യാൻസൽ ചെയ്ത് പോകും. മൈനസ് കെ എക്സ് ഇസ് ഈക്വൽ ടു എം ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ എന്ന് വരും. അതാണ് ഈക്വേഷൻ. ദെൻ നമ്മൾ ഇതിനെ നമ്മുടെ ഒരു ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നതിൻ്റെ ഫോർമാറ്റിലേക്ക് മാറ്റുവാണ്. അതായത് ഇതിനെ നമ്മൾ ഒറ്റ സൈഡിലേക്ക് കൊണ്ടുവരുവാണ്. അപ്പോൾ ഒറ്റ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? എം ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതെന്താവും? പ്ലസ് ആവും. പ്ലസ് കെ എക്സ് ഈസ് ഈക്വൽ ടു കെ എക്സ് ഇസ് ഈക്വൽ ടു 0. ഇനി എം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ ബൈ എം ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0 ആവും. സോ അതാണ് ഈക്വേഷൻ. ഓക്കെ. ദെൻ ഇനി നമ്മൾ എഴുതിയ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ മൈനസ് കെ ബൈ എം ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 0. ഇങ്ങനെയായിരുന്നു ഇക്വേഷൻ എഴുതിയിരുന്നത്.
സോ നമുക്കതിന് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇതിവിടേക്ക് പോകുമ്പോൾ മൈനസ് കെ ബൈ എം ഇൻറ്റു എക്സ് എന്നാകും. ഓക്കെ ആണല്ലോ. ഇതിനകത്ത് കെ ബൈ എം നമ്മൾ നേരത്തെ പറഞ്ഞു, ദാറ്റ് ഈസ് ഒമേഗ എൻ എന്നുള്ളതാണ്. ഓക്കെ, ഒമേഗ എൻ എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ നോക്കി, കെ ബൈ റൂട്ട് ഓഫ് കെ ബൈ എം എന്നുള്ളതാണ്. സോ അപ്പോൾ നമുക്കിവിടെ ഒരു കെ ബൈ എം മാത്രമാണ്. ഒമേഗ എൻ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് കെ ബൈ എം ആണ്, പക്ഷേ ഇവിടെ വെറും കെ ബൈ എം ആണ്. സോ അപ്പോൾ നമുക്കിതിനെ എങ്ങനെ ചെയ്യാം? ഒമേഗ സ്ക്വയർ ചെയ്യാം. ഒമേഗ എൻ സ്ക്വയർ ചെയ്യുമ്പം അതെന്താണ്? കെ ബൈ എം ആണ് അല്ലേ. സോ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ എൻ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ്. ഓക്കെ, അപ്പം അതൊന്ന് മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ. ഒമേഗ എന്നിൻ്റെ ഇക്വേഷനാണ് റൂട്ട് ഓഫ് കെ ബൈ എം. അപ്പം ഓൾറെഡി നമ്മളത് പറഞ്ഞു. സോ ഇങ്ങനെ ഡിറൈവ് ചെയ്ത് വന്നിട്ടാണ് നമ്മൾ ഒമേഗ എന്നിന് റൂട്ട് ഓഫ് കെ ബൈ എം എന്ന് പറയുന്ന ഇക്വേഷൻ കൊടുക്കുന്നത്. അത്രയേ ഉള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ ബൈ എം, ദെൻ ഒമേഗ എൻ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം. ഒമേഗ എന്ന് പറയുന്നത് നാച്ചുറൽ ഫ്രീക്വൻസിക്ക് ഈക്വലൻ്റ് ആണ്. സോ ഒമേഗ എൻ ആക്കി നമുക്ക് അതിനെ മാറ്റാം. സോ ഒമേഗ എൻ ആക്കി മാറ്റുമ്പോൾ ഒമേഗ എൻ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം. ഇനി ഒമേഗ എന്ന് പറഞ്ഞാൽ 2π എഫ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പം എഫ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? പൈ ഒമേഗ ബൈ 2π അല്ലേ. അങ്ങനെ വരുമ്പോൾ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ, ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒമേഗ ബൈ 2π ആണ്. ഓക്കെ, അപ്പം നമുക്ക് ആ ഫ്രീക്വൻസി എഫ് എൻ നാച്ചുറൽ ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 1/2π ഒമേഗ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് കെ ബൈ എം. ഇങ്ങനെയാണ് നാച്ചുറൽ ഫ്രീക്വൻസി. ഇപ്പം രണ്ടും ഒമേഗ എന്ന് പറയുന്നതും ഒരു നാച്ചുറൽ ഫ്രീക്വൻസിയാണ്, അതേപോലെ തന്നെ എഫ് എന്ന് എൻ എന്ന് പറയുന്നതും നാച്ചുറൽ ഫ്രീക്വൻസിയാണ്. ദെൻ ഒമേഗ എൻ എന്ന് പറയുന്ന ഇക്വേഷൻസ് റേഡിയൻസ് പെർ സെക്കൻഡ്സിലാണ് അതിൻ്റെ യൂണിറ്റ്. ദെൻ എഫ് എന്നിൻ്റെ എന്ന് പറയുന്നത് ഹേർട്സ് ആണ് നമുക്ക് കിട്ടുന്ന യൂണിറ്റ്. അപ്പോൾ രണ്ടിനും 2 യൂണിറ്റ് ആണ്. ഒമേഗ നമുക്ക് റേഡിയൻസ് പെർ സെക്കൻഡ്സിലും എഫ് എൻ നമുക്ക് ഹേർട്സിലുമാണ് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ അതിൻ്റെ യൂണിറ്റ് കിട്ടുന്നത്. സോ ആ ഒരു ഡിഫറൻസ് ആണ് വരുന്നത്. ക്ലിയർ ആയോ? സോ രണ്ടിൻ്റെയും പർപ്പസ് നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പക്ഷേ രണ്ടിനും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഫോർമുലാസ് ഡിഫറെൻ്റ് ഉണ്ട്. ഫോർമുലാസ് ഡിഫറെൻ്റ് ആവുന്നതനുസരിച്ച് നമുക്ക് കിട്ടുന്ന യൂണിറ്റ് വ്യത്യാസമുണ്ട്. ഒമേഗ എൻ ഇസ് ഈക്വൽ ടു റേഡിയൻസ് പെർ സെക്കൻഡ്, എഫ് എൻ ആകുമ്പോൾ ഹേർട്സ്. ദെൻ ഇനി നമ്മൾക്ക് അറിയേണ്ടത് ഒരു സ്പ്രിങ്ങിനെ സീരീസിലും പാരലും കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ ആണ്. സോ ഇവിടെ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് സ്പ്രിങ്ങിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ടോ? ഒന്നിനെ പറയും ഇങ്ങനെ കണക്ട് ചെയ്തേക്കുന്നു. ഓക്കെ, ഇങ്ങനെ കണക്ട് ചെയ്യുമ്പം ഫസ്റ്റ് സ്പ്രിങ്ങിന് ഒരു സ്റ്റിഫ്നെസ് ഉണ്ട്, ദാറ്റ് ഈസ് K1. സെക്കൻഡ് സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് K2, തേർഡ് സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് K3. അപ്പോൾ ഓരോ സ്പ്രിങ്ങിനും ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഫസ്റ്റ് സ്പ്രിങ്ങിന് Δ1, സെക്കൻഡ് സ്പ്രിങ്ങിന് Δ2, തേർഡ് സ്പ്രിങ്ങിന് Δ3. അപ്പം ഇതിനൊരു ഇക്വലൻ്റ് ആയിട്ട് ഒരൊറ്റ സ്പ്രിങ് കൊണ്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യണം. ഈ 3 സ്പ്രിങ്ങിന് ഒരൊറ്റ സ്പ്രിങ് കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പം അതിനുണ്ടാകുന്ന സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് ഇക്വലൻ്റ് സ്റ്റിഫ്നെസ് ആയിരിക്കും. അതിനെ KE എന്നും ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റിനെ ΔE എന്നും പറഞ്ഞ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതാണ് രണ്ടാമത്തെ ഫിഗർ കാണിച്ചിരിക്കുന്നത്. ഇത് 3 സ്പ്രിങ്ങിനെ, ഇപ്പോൾ ഒന്നിലധികം സ്പ്രിങ്ങുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ സ്പ്രിങ് ആയിട്ട് കാണിക്കണം. അവിടെ ഉണ്ടാകുന്ന സ്റ്റിഫ്നെസ്സിനെ ഇക്വലൻ്റ് സ്റ്റിഫ്നെസ് എന്നാണ് പറയുന്നത്. ഇക്വലൻ്റ് സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ, അതായത് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഓരോന്നിനും Δ1, ഫസ്റ്റ് സ്പ്രിങ്ങിന് Δ1, സെക്കൻഡ് സ്പ്രിങ്ങിന് Δ2, തേർഡ് സ്പ്രിങ്ങിന് Δ3. ഡിസ്പ്ലേസ്മെൻറ്റ് ഓരോന്നിനും ഡിഫറെൻ്റ് ആയിരിക്കും. സോ നമുക്കറിയാം ഒരു സ്പ്രിങ് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മാസ് ഉണ്ട്. മാസിന് വെയിറ്റ് ഉണ്ട്. mg താഴേക്കാണെങ്കിൽ മുകളിലേക്ക് അതിന് ഇക്വലൻ്റ് ആയിട്ട് K∆ പോവാണ് അല്ലേ. സോ അത് തന്നെയാണ് പറയുന്നത് mg ഈസ് ഈക്വൽ ടു K∆ ആണ്. ഇവിടെ ഡെൽറ്റ ഓരോ സ്പ്രിങ്ങിനും വ്യത്യാസമായതുകൊണ്ട് ഡെൽറ്റയ്ക്ക് ഇക്വേഷൻ ഉണ്ടാക്കണം. സോ mg/k എന്നാണ് ഇക്വേഷൻ. സോ അപ്പോൾ എന്ത് ചെയ്യുക? നമുക്ക് വേണ്ടത് ഇതാണ്ട് ഇക്വലൻ്റ് ഡെൽറ്റയ്ക്കും
കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ ആണ്. കാരണം നമ്മൾ ഇക്വലന്റ് സ്റ്റിഫ്നെസ് എടുക്കുമ്പോൾ ഇക്വലന്റ് ഡെൽറ്റ ആണ് വരുന്നത്. സോ ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു ഡെൽറ്റ 1 പ്ലസ് ഡെൽറ്റ 2 പ്ലസ് ഡെൽറ്റ 3. ഇവിടെ നമ്മൾ ഡെൽറ്റ എടുക്കാനുള്ള റീസൺ, നമ്മളൊരു സ്പ്രിങ്ങിനെ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഡെൽറ്റ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റിനാണ് വ്യത്യാസം. സോ വേരി ചെയ്യുന്ന പാരാമീറ്റർ നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എം ജി ഈസ് ഈക്വൽ ടു കെ ഡെൽറ്റ ആണ്. ഓക്കെ, ഈ ഒരു ഇക്വേഷനകത്ത് വേരി ചെയ്യുന്ന പാരാമീറ്റർ എന്ന് പറയുന്നത് ഡെൽറ്റ ആണ്. ഓക്കെ, മാസ് സെയിം മാസ് ആണ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാറുന്നില്ല. സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് K1 K2 K3 ആണെങ്കിൽ പോലും കൂടുതലും ചേഞ്ച് ഉള്ള പാരാമീറ്റർ എന്ന് പറയുന്നത് ഡെൽറ്റ ആണ്. ഓക്കെ, ഓരോന്നിനും സ്റ്റിഫ്നെസ് ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷേ എങ്കിൽ പോലും വേരി ചെയ്യുന്ന പാരാമീറ്റർ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആയതുകൊണ്ടാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്. സോ ഡെൽറ്റ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഡെൽറ്റയ്ക്ക് ഒരു ഇക്വേഷൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് ഡെൽറ്റ ഇ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? എം ജി ബൈ കെ ഇ ഈസ് ഈക്വൽ ടു, ഫസ്റ്റ് വരുമ്പോൾ എം ജി ബൈ കെ 1 പ്ലസ് എം ജി ബൈ കെ 2. ഈ ഇക്വേഷൻ മുകളിലെല്ലാം എം ജി കോൺസ്റ്റന്റ് ആണ്, ക്യാൻസൽ ചെയ്യുമ്പോൾ 1 ബൈ കെ ഇ ഈസ് ഈക്വൽ ടു 1 ബൈ കെ 1 പ്ലസ് 1 ബൈ കെ 2 പ്ലസ് 1 ബൈ കെ 3. അതായത് ഒരു സ്പ്രിങ്ങിനെ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇക്വലന്റ് സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ മൂന്നെണ്ണത്തിൻ്റെയും ഇക്വലന്റ് ആയിട്ട് ഒരു സ്പ്രിങ് വരികയാണ്, ആ സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് അത് കണ്ടുപിടിക്കുന്നത് 1 ബൈ കെ 1 പ്ലസ് 1 ബൈ കെ 2 പ്ലസ് 1 ബൈ കെ 3 എന്നായിരിക്കും. നെക്സ്റ്റ്, ഇനി പാരലായിട്ട് കണക്ട് ചെയ്യുന്നതിൻ്റെ ഫിഗറാണ് ഇത്. അതായത് ഇതാണ്ട് K1 K2 K3, ദെൻ ഇതിനെല്ലാം കൂടി ഇങ്ങനെ ഒരു മാസ്, ദെൻ അതിൻ്റെ വെയിറ്റ് താഴേക്ക്. ഓക്കെ, ഇതിനെ ഒരു ഒറ്റ സ്പ്രിങ് കൊണ്ട്, 3 സ്പ്രിങ്ങിന് ഒരൊറ്റ സ്പ്രിങ് കൊണ്ട് റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും? ഇവിടെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ 3 സ്പ്രിങ്ങും ഒരൊറ്റ മാസിലാണ് കണക്ട് ചെയ്തേക്കുന്നത്, അതും പാരലായിട്ട്. അപ്പം ഇതിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ തന്നെയായിരിക്കും. ഡെൽറ്റ 1 ഡെൽറ്റ 2 ഡെൽറ്റ 3 ഒന്നും ആവത്തില്ല, ഡിസ്പ്ലേസ്മെന്റ് സെയിം തന്നെയായിരിക്കും. ഓക്കെ ആണേ. എന്നിട്ടാണ് നമ്മൾ ഇക്വേഷൻ എഴുതുന്നത്. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എം ജി ഈസ് ഈക്വൽ ടു കെ ഡെൽറ്റ എന്നാണ് കോമൺ ഇക്വേഷൻ. എം ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ സെയിം തന്നെയാണ്, K1 K2 K3ക്ക് മാത്രമാണ് ചേഞ്ച് വരുന്നത്. സോ നമുക്കതിനെ ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. എം ജി ഈസ് ഈക്വൽ ടു ഫസ്റ്റ് സ്പ്രിങ്ങിൻ്റെ ആവുമ്പോൾ K1 ഇൻറ്റു ഡെൽറ്റ പ്ലസ് സെക്കൻഡ് സ്പ്രിങ്ങിൻ്റെ ആകുമ്പോൾ K2 ഇൻറ്റു ഡെൽറ്റ, ദെൻ തേർഡ് ആകുമ്പോൾ K3 ഇൻറ്റു ഡെൽറ്റ. ഇങ്ങനെ എഴുതിയാൽ മാത്രം മതി. അതായത് അതിൻ്റെ K1 K2 K3ക്കാണ് ചേഞ്ച്, ദെൻ അപ്പോൾ അതിൻ്റെ മാസ് ഈക്വൽ ടു കെ ഡെൽറ്റ എന്ന് പറയുന്ന ഇക്വേഷനകത്തേക്ക് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇതിനകത്ത് നമുക്ക് കോമൺ ആയിട്ട് ഡെൽറ്റ പുറത്തെടുക്കാം. സോ K1 K2 K3 ഡെൽറ്റ, ദെൻ K1 പ്ലസ് K2 പ്ലസ് K3 ഡെൽറ്റയെ നമുക്ക് ഇക്വലന്റ് സ്റ്റിഫ്നെസ് ആയിട്ട് മാറ്റാം. സോ എം ജി ഈസ് ഈക്വൽ ടു K1 പ്ലസ് K2 പ്ലസ് K3 നമുക്ക് കെ ഇ ഇക്വലന്റ് സ്റ്റിഫ്നെസ് ആക്കി മാറ്റാം. സോ കെ ഇ, അപ്പോൾ കെ ഇ ആകുമ്പോൾ ഇത് എന്താവും? ഡെൽറ്റ ഇ ആവും. ഓക്കെ, അപ്പോൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ, അതായത് സ്പ്രിങ്ങിനെ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇക്വലന്റ് സ്റ്റിഫ്നെസ് കെ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K1 പ്ലസ് K2 പ്ലസ് K3 ആണ്. ഈക്വേഷൻ ഓക്കെ ആണോ? കാരണം ഇവിടെ ഇക്വേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്. സോ എം ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K1 പ്ലസ് K2 പ്ലസ് K3 ഡെൽറ്റ ആണ്. അതായത് ഇവിടെ റൈറ്റ് സൈഡിൽ എം ജി ഈസ് ഈക്വൽ ടു കെ ഡെൽറ്റ. സോ രണ്ടിടത്തും ഡെൽറ്റ സെയിം തന്നെയാണ്. സോ കെ ഇ ഈസ് ഈക്വൽ ടു K1 പ്ലസ് K2 പ്ലസ് K3. അപ്പോൾ ഓർക്കുക, സ്പ്രിങ്ങിനെ സീരീസ് ആയിട്ടും പാരലായിട്ടും കണക്ട് ചെയ്യാം. സ്പ്രിങ്ങിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 ബൈ കെ ഇ ഈസ് ഈക്വൽ ടു 1 ബൈ K1 പ്ലസ് 1 ബൈ K2 പ്ലസ് 1 ബൈ K3 എന്നാണ് ഇക്വേഷൻ. ദെൻ ഇത് പാരലായിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കെ ഇ ഈസ് ഈക്വൽ ടു K1 പ്ലസ് K2 പ്ലസ് K3 ഇങ്ങനെയായിരിക്കും ഇക്വേഷൻ പോകുന്നത്. ഈ രണ്ട് ഇക്വേഷൻസും ആവശ്യമുള്ളതാണ് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഡാമ്പിംഗ് എഫക്റ്റ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു അൺഡാംപ്ഡ് ഫ്രീ വൈബ്രേഷൻ പറഞ്ഞു. ഇനി ഡാമ്പിങ് വരികയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡാമ്പിങ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ ഫിഗറിനകത്ത് ഇപ്പോൾ എന്തൊക്കെയുണ്ടെന്ന് നോക്കിക്കേ. ഡാമ്പിങ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു
സ്പ്രിങ്ങിനെ കണക്ട് ചെയ്ത് ഒരു മാസ് ഉണ്ടാകും. അപ്പം ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് റെഡ്യൂസ് ചെയ്യണം. അപ്പം ആംപ്ലിറ്റ്യൂഡ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് ഡാമ്പർ എന്ന് പറയുന്ന ഒരു സാധനം. സോ ഇതിന് എന്താകും, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. മാസിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്. അപ്പം മാസിനകത്ത് വെയിറ്റ് ഉണ്ട്. വെയിറ്റ് എന്തായാലും താഴേക്ക് ഉണ്ടാകും mg. ദെൻ ഇതിനകത്ത് സ്പ്രിങ് ഉള്ളത് കൊണ്ട് സ്പ്രിങ് ഫോഴ്സ് ഉണ്ടാകും. സോ അത് കെ ഡെൽറ്റ ആണ് നമുക്കറിയാം. ദെൻ പിന്നെ വരുന്നത് കെ ഡെൽറ്റയോ അല്ലെങ്കിൽ കെ എക്സോ രണ്ടും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം ഡിസ്പ്ലേസ്മെൻറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഇതിനകത്ത് ഉണ്ടാകുന്നത് ഡാമ്പർ. അപ്പോൾ ഡാമ്പറിനൊരു ഫോഴ്സ് ഉണ്ടാകും. ഡാമ്പിങ് ഫോഴ്സിനെ നമ്മൾ സി എന്ന് പറയുന്നത് ഡാമ്പിങ് കോഎഫിഷ്യൻ്റ് ആണ്. സി എക്സ് ഡോട്ട് എന്ന് പറഞ്ഞാൽ എക്സ് ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വെലോസിറ്റി ആണ്. ഓക്കെ, സി എക്സ് ഡോട്ട് എന്ന് പറയുന്നതാണ് ഡാമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സ്. അപ്പം ഒരു മാസിനകത്ത് സ്പ്രിങ് മാസ് സിസ്റ്റത്തിൻ്റെ കൂടെ ഡാമ്പർ വരികയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. തിരിച്ചതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് സ്പ്രിങ്ങിൻ്റെ ഫോഴ്സ് കെ ഡെൽറ്റ ഓർ കെ എക്സ് ഉണ്ടാകും. പിന്നെ സി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡാമ്പറിൻ്റെ കോഎഫിഷ്യൻ്റ് ഇൻറ്റു വെലോസിറ്റി. നമുക്ക് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ. ഓക്കെ, ഇത്രയും ഫോഴ്സുകളാണ് ഒരു ഡാമ്പർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഉണ്ടാകുന്ന ഫോഴ്സുകൾ. ഓക്കെ, ഡാമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റെസിസ്റ്റൻസ് ആണ്. ഡാമ്പർ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മോഷൻ എന്ത് ചെയ്തു പോകും, റെസിസ്റ്റൻസ് ആകും. അപ്പോൾ റെസിസ്റ്റൻസ് ആവുന്ന സമയത്ത് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താവും, റെഡ്യൂസ് ചെയ്ത് എന്തായത് സീറോയിലേക്ക് കൺവേർട്ട് ആവും. ക്ലിയർ ആയോ? സോ ഇങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ് നമ്മൾ എന്ന് പറയുന്നത് ഡാമ്പർ. അത് റെസിസ്റ്റൻസ് ഒന്നുകിൽ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ആകാം, അല്ലെങ്കിൽ എയർ റെസിസ്റ്റൻസ് ആകാം, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് ആകാം. എന്ത് കാരണമായിക്കോട്ടെ, എന്ത് റെസിസ്റ്റൻസ് ആണെങ്കിലും ആംപ്ലിറ്റ്യൂഡ് റെഡ്യൂസ് ചെയ്യും. ഈ റെസിസ്റ്റൻസിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഫോഴ്സ് എക്സ്ട്രാ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ആംപ്ലിറ്റ്യൂഡ് റെഡ്യൂസിലേക്ക് മാറുന്നത്. അപ്പോൾ നമുക്ക് ഡാമ്പിങ് ഫോഴ്സ്, അപ്പോൾ ഡാമ്പർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ ഡാമ്പിങ് ഫോഴ്സ് ഉണ്ടാകും. സോ ഡാമ്പിങ് ഫോഴ്സ് ആണ് സി ഇൻറ്റു വെലോസിറ്റി. സി എക്സ് ഡോട്ട് എന്ന് പറയുന്നത് സി ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇതാണ് ഡാമ്പിങ് എഫക്റ്റ്. ഡാമ്പിങ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ വൈബ്രേഷൻ ഓഫ് മോഷനെ റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഡാമ്പിങ് എന്ന് പറയുന്നത്. ആ റെസിസ്റ്റൻസ് എയർ റെസിസ്റ്റൻസ് ആകാം, വിസ്കസ് ഡാമ്പിങ് അതായത് ഫ്ലൂയിഡ് കാരണം ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് ആകാം. അതിനെ നമ്മൾ വിസ്കസ് ഡാമ്പിങ് എന്നാണ് പറയുന്നത്. കുളം ഡാമ്പിങ് ആകുമ്പോൾ ഡ്രൈ ഫ്രിക്ഷൻ ആകാം റെസിസ്റ്റൻസ്. മാഗ്നറ്റിക് ഡാമ്പിങ് ആകുമ്പോൾ റെസിസ്റ്റൻസ് ടു മാഗ്നറ്റിക് ഫോഴ്സ് ആകും. സോ എന്ത് തന്നെയാണെങ്കിലും റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് റെഡ്യൂസ് ചെയ്യുന്നു. സോ ഈ ഡാമ്പർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ there will be a damping force. ഡാമ്പിങ് ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ഡി കൊണ്ടാണ് ഇവിടെ ഡാമ്പിങ് ഫോഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സി ഇൻറ്റു വെലോസിറ്റി എന്നായിരിക്കും. ഇനി നമ്മൾ അതിനൊരു സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും ഫിഗർ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് സ്പ്രിംഗ് ഫോഴ്സ് ഉണ്ട് കെ എക്സ്, ദെൻ ഡാമ്പിങ് ഫോഴ്സ് ഉണ്ട് സി എക്സ് ഡോട്ട്, ദെൻ ഫോഴ്സ് ഉണ്ട്. ഓക്കെ, ഇതിനെ നമ്മൾ ഒരു ഇക്വേഷൻ ഓഫ് മോഷൻ, ഇത് നമ്മൾ ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് എം എക്സ് ഡോട്ട്, അതായത് മാസ് ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എ പ്ലസ് സി ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് കെ എക്സ് ഇസ് ഈക്വൽ ടു 0. അതായത് ഇത് ഇക്വേഷൻ ഓഫ് മോഷൻ എഫ് ഇസ് ഈക്വൽ ടു എം എ. ഇക്വേഷൻ ഓഫ് മോഷനകത്തേക്ക് മാറ്റുമ്പോൾ നമ്മളതിനെ എഴുതുന്നതാണ് ഇങ്ങനെ. എക്സ് സ്ക്വയറിനെ നമ്മൾ എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് സി ഡി ബൈ എക്സിന് എക്സ് ഡോട്ട് പ്ലസ് കെ എക്സ് ഇസ് ഈക്വൽ ടു 0. ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതും കൂടെ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇതൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന പോർഷൻസ് ആണ്. സോ ജസ്റ്റ് ഇത്രയും ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഡാമ്പിങ്ങിൻ്റെ എഫക്റ്റ് പിന്നെ നാച്ചുറൽ ഫ്രീക്വൻസി ഹേർട്സിലും ഒമേഗയിലും കണ്ടുപിടിക്കുന്നത്. പിന്നെ സ്പ്രിങ് സീരീസും പാരലും കണക്ട് ചെയ്യുമ്പോൾ, അപ്പം സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ എന്താണ്, അതിൻ്റെ ഡെൽറ്റയ്ക്ക് ഡിഫറൻസ് ഉണ്ടാകും. സോ ഡെൽറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻസ് എഴുതുക, ദെൻ ഇക്വേഷനെ ഡിറൈവ് ചെയ്യുക. ദെൻ പാരൽ കണക്ട് ചെയ്യുമ്പോൾ ചേഞ്ച് ഉണ്ടാകുന്നത് എന്തിനായിരിക്കും, അതിൻ്റെ സ്റ്റിഫ്നെസ്സിനായിരിക്കും. സോ സ്റ്റിഫ്നെസ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഇക്വേഷൻസ് ജനറേറ്റ് ചെയ്യുക, ദെൻ ഫൈനൽ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഇത്രയുമാണ് ഇതിനകത്തുനിന്ന് വരുന്ന തിയറി പോർഷൻസ്. 5th മോഡ്യൂളിനകത്തുനിന്ന് വരുന്ന തിയറി പോർഷൻസ്. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻസ്, ദെൻ പ്ലസ് സ്പ്രിങ് സീരീസ് ആൻഡ് പാരലൽ കണക്ട് ചെയ്യുന്നത്, ദെൻ എഫിൻ്റെ ഫ്രീക്വൻസി ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ആ ഡെറിവേഷൻസ്, പ്ലസ് എഫക്റ്റ് ഓഫ് ഡാമ്പിങ്ങിൻ്റെ എഫക്റ്റ് വരുമ്പോൾ ഉള്ളത്.
ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് തിയറി പോർഷൻസ്. ഇനിയുള്ളത് പ്രോബ്ലംസ് ആണ് ഇതിനകത്ത് വരുന്നത്, അതായത് സിമ്പിൾ ഹാർമോണിക് മോഷനെ ബേസ് ചെയ്ത് വരുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ പ്രോബ്ലമാണ്. നോക്കിക്കേ, എ ബോഡി മൂവിങ് വിത്ത് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഹാസ് ആൻ ആംപ്ലിറ്റ്യൂഡ് ഓഫ് 1 meter ആൻഡ് പീരിയഡ് ഓഫ് ഓസിലേഷൻ 2 seconds. Find the velocity and acceleration of the body at t is equal to 4 seconds when the time is measured from first one from the mean position and second extreme position. ഓക്കെ, അപ്പം ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ് മൂവ് ചെയ്യുന്നത്. സോ അതിനകത്ത് ആംപ്ലിറ്റ്യൂഡ് പറയുന്നുണ്ട് 1, ദാറ്റ് ഇസ് ആർ ഈസ് ഈക്വൽ ടു 1 meter. അതായത് ആംപ്ലിറ്റ്യൂഡിനെയാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ അത് 6 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പീരീഡ് ഓഫ് ഓസിലേഷൻ ടൈം പീരീഡ് ആണ്, ടൈം പീരീഡ് ആകുമ്പം ടി പി ഈസ് ഈക്വൽ ടു 2 seconds. ഓക്കെ, ടൈം പീരീഡ് ആണ്. ദെൻ ഫൈൻഡ് ദ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. വെലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യണം. അറ്റ് ടി ഈസ് ഈക്വൽ ടു 0.4 seconds വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനകത്ത് 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ടൈം മെഷർ ചെയ്യേണ്ടത് ഫ്രം ദി മീൻ പൊസിഷനിൽ നിന്നും ഫ്രം ദി എക്സ്ട്രീം പൊസിഷനിൽ നിന്നുമാണ്. സോ 2 കേസ് അവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇതെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ടൈമിനെ മെഷർ ചെയ്യുന്നത് ഫ്രം ദി മീൻ പൊസിഷനിലും ഫ്രം ദി എക്സ്ട്രീം പൊസിഷനും ആകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഫസ്റ്റ് എടുത്ത് പറയുന്നുണ്ട്. ഫസ്റ്റ് കേസ് 1 ആണ് ചെയ്യുന്നത്. ഫ്രം ദി മീൻ പൊസിഷൻ ആകുന്ന കേസാണ് ചെയ്തു പോകുന്നത്. അപ്പം സിമ്പിൾ ഹാർമോണിക് മോഷന് ആറാണ് 1 meter. ദെൻ ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 2 seconds. ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടി ഈസ് ഈക്വൽ ടു 4 seconds. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ടൈം മെഷർ ചെയ്യുന്നത് ഫ്രം ദി മീൻ പൊസിഷൻ ആകുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ ആർ സൈൻ ഒമേഗ ടി എന്നാണ് ഇക്വേഷൻ. എക്സ് ഇസ് ഈക്വൽ ടു ആർ സൈൻ ഒമേഗ ടി. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഫ്രം ദി മീൻ പൊസിഷനിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളിതാണ് ഇക്വേഷൻ. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന വെലോസിറ്റി ആണ്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? ഒമേഗ സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. മാക്സിമം ഒന്നും അല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ മാക്സിമം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റുന്ന ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. സോ ഈ 2 ഇക്വേഷനാണ് നമ്മളുടെ കയ്യിൽ ആദ്യം ഉള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നുള്ളത്. ഒമേഗ ഇല്ല, ഒമേഗ കണ്ടുപിടിക്കണം. ആറ് അറിയാം. ദെൻ എക്സ് ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ എക്സ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അതിനകത്തും 6 അറിയാവുന്ന കേസാണ്. ദെൻ ഒമേഗ ടി എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നമുക്കറിയില്ല. സോ അതിനെയൊക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആർ ഈസ് ഈക്വൽ ടു 1 meter ആണെന്ന് പറയുന്നുണ്ട്. ദെൻ ഒമേഗ എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കണം. ടി പി എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്, ക്വസ്റ്റിനെ തന്നിട്ടുണ്ട്. ക്ലിയർ ആയോ? അപ്പം ഇതിനകത്തുനിന്ന് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് വരാൻ വേണ്ടിയിട്ട്. സോ ടി പി ഉണ്ടെങ്കിൽ ഒമേഗ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ആ ഒമേഗ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്തു വരാം. ഓക്കെ, അപ്പം നമുക്ക് ടി പി എന്ന് പറയുന്നത് 2 seconds തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π/TP എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ദെൻ അതിനകത്തേക്ക് ടി പിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം ഒമേഗ ഈസ് ഈക്വൽ ടു പൈ റേഡിയൻസ് പെർ സെക്കൻഡ്സ് എന്ന് കിട്ടും. ഓക്കെ, ഒമേഗ എന്ന് പറയുന്നത് റേഡിയൻസ് പെർ സെക്കൻഡ്സിലാണ് യൂണിറ്റ്, അതെപ്പോഴും മറക്കരുത്. ദെൻ നമുക്ക് വേണ്ടത് ഒമേഗ ടി ആണ്. കാരണം നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ടി ഈസ് ഈക്വൽ ടു 0.4 seconds കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. സോ ടി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് കാരണം നമുക്ക് ഒമേഗ ടി ഉണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? ആർ സൈൻ ഒമേഗ ടി എന്നാണ്. ഒമേഗ ടി ഉണ്ട്, ഒമേഗ നമുക്ക് കിട്ടി. ദെൻ ഇനി ടി വേണം. സോ ടി കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 0.4 seconds ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കപ്പോൾ ഒമേഗ ടിക്കകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒമേഗ ടി ഈസ് ഈക്വൽ ടു ഒമേഗ എന്ന് പറഞ്ഞാൽ പൈ കിട്ടി, അത് റേഡിയൻസിലാണ്. 0.4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് റേഡിയൻസിലായിരിക്കും. ഓക്കെ, നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് റേഡിയൻസിലാണ്. പക്ഷേ ഈ റേഡിയൻസിൽ കിടന്നിട്ട് കാര്യമില്ല. നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു ആർ സൈൻ ഒമേഗ ടിക്കകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഇത് ഡിഗ്രിയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ അതിനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കൺവേർഷൻ കൊടുത്തേക്കുന്നത്. 180/π
ഇൻറ്റു 4 ഇൻറ്റു പൈ ചെയ്യുമ്പോൾ നമുക്ക് ഒമേഗ ടി എന്ന് പറയുന്ന സാധനം എന്തിലേക്ക് മാറും? ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ആകും. സോ ഒമേഗ ടിയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 72 ഡിഗ്രി എന്നാകും. ക്ലിയർ ആയോ അത്രയും പറഞ്ഞത്? ദെൻ നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു ആർ സൈൻ ഒമേഗ ടി ആണ്. ആറിൻ്റെ വാല്യൂ 1 ആണ്. ദെൻ സൈൻ 72. സോ എക്സ് ഇസ് ഈക്വൽ ടു 0.95 മീറ്റർ എന്ന് വന്നു. കാരണം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 മീറ്റർ 2 മീറ്റർ, കാരണം മീറ്റർ ആണ് അതിൻ്റെ യൂണിറ്റ്. സോ അതുകൊണ്ടാണ് എക്സ് ഇസ് ഈക്വൽ ടു മീറ്ററിലേക്ക് കിട്ടിയത്. ദെൻ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? വി ഇസ് ഈക്വൽ ടു ഒമേഗ ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഒമേഗ പൈ ആണ്, അതവിടെ റേഡിയൻസ് പെർ സെക്കൻഡ്സിൽ തന്നെ കൊടുത്താൽ മതി, അതിനെ ഒന്നും മാറ്റാനായിട്ട് നിൽക്കണ്ട. ഒമേഗ പൈ ആണ്. ആർ എന്ന് പറയുന്നത് 1 ആണ്. എക്സ് എന്ന് പറയുന്നത് 0.95 ആണ്. 0.95, 0 അല്ല, 0.95 ദ ഹോൾ സ്ക്വയർ. സോ നമുക്ക് കിട്ടുന്ന ആൻസറാണ് 0.98 മീറ്റർ പെർ സെക്കൻഡ്. ആക്സലറേഷൻ എന്ന് പറയുന്നത് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് ആണ്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്നാണ് പഠിച്ചിട്ടുള്ളത്. മൈനസ് എന്ന് പറയുന്നത് ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മൈനസ് കൊടുത്തേക്കുന്നത്, അതിവിടെ വേണ്ട. സോ ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ്. ദെൻ ഒമേഗ എന്ന് പറയുന്നത് പൈ സ്ക്വയർ ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 0.95. അപ്പോൾ കിട്ടുന്നതാണ് 9.38 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ക്ലിയർ ആയോ? ദെൻ രണ്ടാമത്തെ കേസ് പറയുന്നത് ഫ്രം ദി എക്സ്ട്രീം പൊസിഷൻ ആകുമ്പം എക്സിൻ്റെ വാല്യൂവിനാണ് മാറ്റം ഉണ്ടാകുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു കോസ് ഒമേഗ ടി എന്നാകും അല്ലേ. ഒമേഗ ടിക്കൊന്നും ഒരു മാറ്റം ഉണ്ടാകത്തില്ല. ആർ എന്ന് പറയുന്നത് 1 തന്നെ. ആൻഡ് ഒമേഗ ടി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് കണ്ടുപിടിക്കേണ്ട ടി എന്ന് പറയുന്നത് 0.4 സെക്കൻഡ് ആയിരുന്നു. ഒമേഗ എന്ന് പറയുന്നത് പൈ ആയിരുന്നു. സോ ഒമേഗ ടി എന്ന് പറയുന്നത് 0.4 ഇൻറ്റു പൈ റേഡിയൻസ് ആയിരുന്നു. സോ അതിനെ നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് സബ്സ്റ്റിറ്റ്യൂഷനും കൊടുത്തിട്ടുണ്ട്. 180/π സബ്സ്റ്റിറ്റ്യൂഷനും കൊടുത്തിട്ടുണ്ട്. നമുക്ക് അപ്പം ഒമേഗ ടിയുടെ വാല്യൂ ഡിഗ്രിയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് 72 ഡിഗ്രി. അത് രണ്ടാമത്തെ കേസ് ആകുമ്പോഴും മാറില്ല. സോ എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് ഒമേഗ ടി. ഒമേഗ ടി 72 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എക്സിൻ്റെ വാല്യൂ 0.31 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. വി ഇസ് ഈക്വൽ ടു ഒമേഗ റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ആറ് മാറൂല. എക്സ് എന്ന് പറയുന്നത് എന്താകും? 0.31 ദി ഹോൾ സ്ക്വയർ ആകും. സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 2.99 മീറ്റർ പെർ സെക്കൻഡ്. ഇനി നെക്സ്റ്റ് എന്താണ് ചെയ്യുന്നത്? ആക്സിലറേഷൻ ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ്. ഒമേഗ എന്ന് പറഞ്ഞാൽ പൈ ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡ് കേസിൽ കിട്ടിയ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കുക. ദാറ്റ് ഈസ് 0.31. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പം ഒമേഗ സ്ക്വയർ ഇൻറ്റു 0.31 നമുക്ക് കിട്ടുന്ന എന്താണ്? ആക്സിലറേഷൻ 3.06 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നെക്സ്റ്റ് എന്ന് പറയുന്നത് എ ബോഡി മൂവിങ് വിത്ത് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഹാസ് വെലോസിറ്റീസ് 10 meter per second and 4 meter per second at 2 and 4 meter distance from its mean position. Find the amplitude time period of the body. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2 വെലോസിറ്റി ഉണ്ട്. ഫസ്റ്റ് വെലോസിറ്റിയിൽ അത് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 മീറ്ററും സെക്കൻഡ് വെലോസിറ്റിയിൽ അത് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 മീറ്ററുമാണ്. സോ ഫസ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് 10 ആകുമ്പം 2 മീറ്റർ സഞ്ചരിക്കുന്നു. സെക്കൻഡ് വെലോസിറ്റി 4 മീറ്റർ പെർ സെക്കൻഡ് ആകുമ്പം അത് 4 മീറ്റർ സഞ്ചരിക്കുന്നു. ഇതാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പം ഓരോ ഡിസ്പ്ലേസ്മെൻറ്റും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷനാണ്. സോ നമുക്കിവിടെ ഡിസ്പ്ലേസ്മെൻറ്റിനെ നമുക്ക് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നതിനെ നമുക്ക് x1 x2 എന്നെടുക്കാം. അപ്പം ഫസ്റ്റ് ഡിസ്റ്റൻസ് എത്രയാണ്? 2 മീറ്റർ ആണ്. അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി v1 ദാറ്റ് ഇസ് 10. ദെൻ സെക്കൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 4 മീറ്റർ. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി നമുക്ക് എന്താണ്? 4 മീറ്റർ പെർ സെക്കൻഡ്സ് എന്ന് പറഞ്ഞെടുക്കാം. ഓക്കെ, ദെൻ ഇനി വരുന്നത് വെലോസിറ്റിയുടെ ഇക്വേഷനാണ്. വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് v ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നാണ് ഇക്വേഷൻ അല്ലേ. അപ്പോൾ നമുക്കിവിടെ v1 ഉണ്ട്, അതേപോലെ തന്നെ v2 ഉണ്ട്. രണ്ടിനും ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, വെലോസിറ്റിയുടെ കോമൺ ഇക്വേഷനായി
വെലോസിറ്റിയുടെ കോമൺ ഇക്വേഷൻ എന്ന് പറയുന്നത് v is equal to omega square root of x square minus r square minus x square. സോ v1 വരുമ്പം ഒമേഗയ്ക്കൊന്നും ചേഞ്ച് വരത്തില്ല, കാരണം ഒമേഗ ചേഞ്ച് ഉണ്ടെന്ന് പറയുന്നില്ല. റൂട്ട് ഓഫ് ആർ സ്ക്വയർ റേഡിയസിന് റേഡിയസ് അല്ല ആംപ്ലിറ്റ്യൂഡ്, അവിടെ ആർ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡാണ്, ആറിന് ചേഞ്ച് ഉണ്ടെന്ന് പറയുന്നില്ല. ദെൻ പക്ഷേ എക്സ് ചേഞ്ച് ആവുന്നുണ്ട് അല്ലേ, എക്സ് ആണ്. ഫസ്റ്റ് വരുമ്പം x1 സ്ക്വയർ, രണ്ടാമത് വരുമ്പം v2 ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് x2 സ്ക്വയർ. രണ്ടും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കുക. v1 10 ഒമേഗ ആർ സ്ക്വയർ, ഫസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2, സെക്കൻഡ് 4 v2 ആകുമ്പോൾ 4 ഒമേഗ ആർ സ്ക്വയർ, ഡിസ്റ്റൻസ് x2 ആകുമ്പോൾ 4 സ്ക്വയർ. രണ്ടിനും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുന്നു. ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ. 1 ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്നതാണ് തന്നെ. കാരണം അത് ഒമേഗ രണ്ടിടത്തും ഉണ്ടായിരുന്നു, ഒമേഗ ക്യാൻസലായിപ്പോയി. അപ്പം ക്യാൻസലായിപ്പോയി കഴിയുമ്പം 10/4 ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് 60. സോ അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇതിങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അല്ല എന്നുണ്ടെങ്കിൽ 10/4 ദ ഹോൾ സ്ക്വയർ ചെയ്യുക. അപ്പോൾ റൈറ്റ് സൈഡിൽ എന്താകും, ആർ സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് 60. ദെൻ അപ്പം ഇത് ചെയ്യുമ്പോൾ 6.25 ആർ സ്ക്വയർ മൈനസ് 4 ആർ സ്ക്വയർ മൈനസ് 16. ഇനി എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇങ്ങനെ വരും അല്ലേ, 6.25 ആർ സ്ക്വയർ മൈനസ് 16 ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് 4. അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തെഴുതുക. അപ്പോൾ നമുക്ക് ആറിൻ്റെ വാല്യൂ കിട്ടും. ആറിൻ്റെ വാല്യൂ ഇസ് ഈക്വൽ ടു 4.28 എന്നാണ് ആറിൻ്റെ വാല്യൂ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആറിൻ്റെ വാല്യൂ കിട്ടി. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ടൈം പീരീഡും വെലോസിറ്റിയും ആക്സലറേഷനും ഒക്കെയാണ്. സോ 2 വെലോസിറ്റി ഉണ്ട്. പിന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ആംപ്ലിറ്റ്യൂഡും ടൈം പീരീഡ് ഓഫ് ദ ബോഡിയുമാണ്. അപ്പം വെലോസിറ്റി ഓൾറെഡി നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ വെലോസിറ്റി വെച്ചിട്ട് ആംപ്ലിറ്റ്യൂഡ്, ആറാണ് ആംപ്ലിറ്റ്യൂഡ്, ആറിനെ ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ ടൈം പീരീഡ് ഓഫ് ദ ബോഡി, ടൈം പീരീഡ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ടൈം പീരീഡ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ TP ആണ് ടൈം പീരീഡ്. TPയുടെ ഇക്വേഷൻ 2π/ഒമേഗ എന്നാണ്. സോ അപ്പോൾ ഒമേഗ എന്ന് പറയുന്ന സാധനത്തിനെ കണ്ടുപിടിക്കണം. ഒമേഗ എന്ന് പറയുന്ന ആ ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തൊട്ട് മുകളിലേക്ക് നോക്കുക. ഇതാ 10, ഇവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. 10 ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് 2 സ്ക്വയർ. അവിടെ ഒരു ഒമേഗ ഉണ്ട്. അതിനകത്ത് ആറിൻ്റെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഇക്വേഷനകത്തേക്ക് ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഒന്നുകിൽ ഈ ഇക്വേഷൻ അല്ലെങ്കിൽ ദാണ്ട് ഈ ഇക്വേഷൻ, ഏതെങ്കിലും ഒരു ഇക്വേഷനകത്തേക്ക് ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരെ കിട്ടും, ഒമേഗ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനെയാണ് എടുത്തത്. സോ ഫസ്റ്റ് ഇക്വേഷനകത്തേക്ക് ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് എടുത്തിട്ട് 4.28 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഒമേഗയുടെ വാല്യൂ കിട്ടി. ദെൻ ഒമേഗയുടെ വാല്യൂ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം ടൈം പീരീഡിൻ്റെ വാല്യൂയും കിട്ടി. ക്ലിയർ ആയോ? നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ദ പിസ്റ്റൺ ഓഫ് ആൻ IC എൻജിൻ മൂവ്സ് വിത്ത് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ദ ക്രാങ്ക് റൊട്ടേറ്റ് അറ്റ് 420 RPM and the stroke length is 40 cm. Find the velocity and acceleration of the position when it at a distance of 10 cm from the mean position. അപ്പോൾ അതോട് പറയുന്നത് ഒരു IC എൻജിൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം റൊട്ടേറ്റ് ചെയ്യുമ്പം ഇതാണ് ഒരു ഇമാജിനറി സർക്കിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇതാണ് ഇത് അതിൻ്റെ ആമാണ്. അപ്പം അതിങ്ങനെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യണം. അപ്പം ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പം ഇതാണ്ട് ഇതിൻ്റെ ക്രാങ്ക് ആണ്. സോ കണക്ട് ചെയ്യുന്നത് ഒരു ലെങ്ത് ആണ്. അപ്പോൾ അത് ലെങ്ത് ആണ് ഇവിടെ പിസ്റ്റണുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ഇതിങ്ങനെ കറങ്ങുമ്പം ഈ പിസ്റ്റൺ ആണ് ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യുമ്പം ആദ്യം പിസ്റ്റണിൻ്റെ പൊസിഷൻ ഇവിടെയായിരുന്നു. സോ പിസ്റ്റൺ ഇവിടെ ഒട്ട് മാറി, ദെൻ അതേപോലെ ഇവിടോട്ട് മാറി. സോ ആ ലെങ്ത് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. L ഈസ് ഈക്വൽ ടു 2R അത് മൂവ് ചെയ്യുന്നത് എന്നുള്ളത്.
ഓക്കെ, അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പിസ്റ്റൺ ഒരു പൊസിഷനിൽ നിന്ന് മറ്റേ പൊസിഷനിലേക്ക് പോകുമ്പോൾ L=2R എന്നുള്ള ഡിസ്റ്റൻസിലാണ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളോടത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് നോക്കുക. ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് 420 RPMസിലാണ്. അപ്പോൾ 420 RPM റൊട്ടേഷനാണ് ഉണ്ടാകുന്നത്. സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ ഫൈൻഡ് ദ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഓഫ് ദി പിസ്റ്റൺ ആണ് പറഞ്ഞിരിക്കുന്നത് അറ്റ് എ ഡിസ്റ്റൻസ് 10 സെൻറ്റിമീറ്റർ ഫ്രം ദി മീൻ പൊസിഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് പിസ്റ്റൺ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 10 സെൻറ്റിമീറ്റർ മാറുമ്പം, ഇതിൻ്റെ മീൻ പൊസിഷൻ ഇതായിരുന്നു, ഇവിടുന്ന് ഒരു 10 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടേക്ക് മാറുമ്പം ഉണ്ടാകുന്ന ആക്സിലറേഷൻ വെലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ ആ 10 സെൻറ്റിമീറ്റർ ആണെന്ന് മനസ്സിലായി. സോ ആ 10 സെൻറ്റിമീറ്റർ മാറുമ്പോഴാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇനി ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഇനി ഈ ഒമേഗ എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു IC എഞ്ചിനെ റൊട്ടേറ്റ് ചെയ്യുന്നു, ഇത്ര RPM എന്നൊക്കെ പറയുകയാണ്. RPM എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ടെങ്കിൽ നമുക്കതിനകത്ത് ഒമേഗ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 2πN/60 എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് N എത്ര പ്രാവശ്യം കറങ്ങുന്നു എന്നുള്ളതാണ് N എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ RPMൻ്റെ വാല്യൂവിൽ തന്നേക്കുന്നത്. ഇവിടെ RPM തന്നേക്കുന്നത് എത്രയാണ്? 420 ആണ് തന്നേക്കുന്നത്. സോ 420യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡിവൈഡ് ബൈ 60. സോ ഒമേഗയുടെ വാല്യൂ എന്ന് പറയുന്നത് 43.98 റേഡിയൻസ് പെർ സെക്കൻഡ്സിൽ കിട്ടി. ഇനി ഇവിടെ സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുന്നത് L/2 ക്രാങ്ക് റേഡിയസ്. ഇവിടെ R എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിട്ടുള്ളത് സ്ട്രോക്ക് ലെങ്ത്, അതായത് പിസ്റ്റൺ ഒരു തവണ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരുന്ന, സോ ആ ഡിസ്റ്റൻസ് ആണ് സ്ട്രോക്ക് ലെങ്ത്. ആ സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുന്നത് L=2R, അതായത് ലെങ്ത് = 2 ഈ ഒരു സാധനത്തിൻ്റെ ഇമാജിനറി സർക്കിൾ ഉണ്ടാക്കുന്ന ആ റേഡിയസിന് ഇക്വലൻ്റ് ആയിരിക്കും. ഓക്കെ, സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. സ്ട്രോക്ക് ലെങ്ത് പിസ്റ്റൺ എന്തുമാത്രം അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നറിയാൻ വേണ്ടി 2 ക്രാങ്ക് റേഡിയസ്. സോ അതിനകത്തുനിന്ന് റേഡിയൻസിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. റേഡിയസ് L/2 ആണ് അല്ലേ, L=2R ആണ്. അപ്പോൾ അതിനകത്തുനിന്ന് റേഡിയസ് L/2 എന്ന് വരും. ഓക്കെ, ഇവിടെ ലെങ്ത് സ്ട്രോക്ക് ലെങ്ത് തന്നിട്ടുണ്ട് 40 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റേഡിയസ് =20 സെൻറ്റിമീറ്റർ. 20നെ നമ്മൾ എന്തിലേക്ക് മാറ്റി? മീറ്ററിലേക്ക് മാറ്റി 0.2. ദെൻ 10 സെൻറ്റിമീറ്റർ മാറുമ്പോൾ ഉള്ളത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. സോ x=10 സെൻറ്റിമീറ്റർ, അതിനെയും മീറ്ററിലേക്ക് മാറ്റി 0.1 മീറ്റർ. ഓക്കെ, ഇനി വെലോസിറ്റിയുടെ ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വെലോസിറ്റി =ω√R² - x². വെലോസിറ്റി ഒമേഗയാണ്. ഒമേഗ തൊട്ട് മുന്നേ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 43.98. R എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ R എന്ന് പറയുന്നത് റേഡിയസ്, ആ ഒരു സർക്കിളിൻ്റെ ഇമാജിനറി സർക്കിളിൻ്റെ റേഡിയസ് ആണ്. ആംപ്ലിറ്റ്യൂഡാണ് നമ്മൾ R എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുള്ളത്. നമുക്കൊരു ആംപ്ലിറ്റ്യൂഡാണ് നമുക്ക് ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡിനൊരു വാല്യൂ തരും, അതാണ് R-ന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇവിടെ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു IC എഞ്ചിൻ റൊട്ടേറ്റ് ചെയ്യുന്ന കേസാണ്. സോ ആ കേസിൽ R എന്ന് പറഞ്ഞ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അതിൻ്റെ റേഡിയസ് ആണ്. കറക്റ്റ് R-ൻ്റെ വാല്യൂ ആയിട്ട് കിട്ടിയ, അതായത് ഈ റേഡിയസ് ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ദാറ്റ് ഈസ് 0.2. ദെൻ എക്സ് എന്ന് പറയുന്നത് ഒരു 0.1 മീറ്റർ മാറിയല്ലേ, 10 സെൻറ്റിമീറ്റർ മാറിയതിൻ്റെ ആണ്. സോ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. സോ നമുക്കപ്പോൾ വെലോസിറ്റി കിട്ടും. ദെൻ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ω² × x ആണ്. ഒമേഗ അറിയാം. ദെൻ എക്സ് എന്ന് പറയുന്നത് 0.1 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പിസ്റ്റൻ്റെ ആക്സിലറേഷൻ കിട്ടും. അപ്പോൾ ഇതിനകത്ത് വന്ന ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നതാണ് വെലോസിറ്റിക്ക് R-ന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ നമ്മൾ ആ ഒരു റേഡിയസ്, ആ ഇമാജിനറി സർക്കിളിൻ്റെ റേഡിയസ് തന്നെയാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് എ പാർട്ടിക്കിൾ മൂവിങ് വിത്ത് SHM ഹാസ് എൻ ആംപ്ലിറ്റ്യൂഡ് ഓഫ് 4.5 മീറ്റർ ആൻഡ് പീരീഡ് ഓഫ് ഓസിലേഷൻ ഈസ് 3.5. Find the time required by the particle to pass 2 points which are at a distance of 3.5 meter and 1.5 meter from the center and the same side of mean position. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഒരു ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, ആംപ്ലിറ്റ്യൂഡ് ദാറ്റ് ഇസ് R വാല്യൂ കിട്ടിയിട്ടുണ്ട് 4.5 മീറ്റർ.
Then period of oscillation, time period TP is equal to 3.5 second. Find the time required by the particle to pass 2 points at a distance 3.5 1 point. അതായത് ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യാണ്, അപ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 4.5 ആണെന്ന് തന്നിട്ടുണ്ട്, ടൈം പീരീഡ് 3.5 ആണെന്ന് തന്നിട്ടുണ്ട്. ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നു. അപ്പം ഇതിന് രണ്ട് പൊസിഷനുണ്ട്, x1 ആൻഡ് x2. ഈ ഒരു പൊസിഷനിൽ നിന്നും ഈ ഒരു പൊസിഷനിൽ എത്ര ടൈം എടുക്കും? അപ്പം ഈ ഓരോ പൊസിഷനും എത്ര ഡിസ്റ്റൻസിലാണെന്ന് പറയുന്നുണ്ട്. x1 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 3.5 മീറ്ററിലും ദെൻ x2 എന്ന് പറയുന്നത് 1.5 മീറ്ററിലുമാണ്. അപ്പം 3.5 മീറ്ററും 1.5 മീറ്ററിലും കിടക്കുന്ന രണ്ട് പോയിൻറ്റ്സ് ഉണ്ട്. ഈ പോയിൻറ്റ്സിൽ കൂടെ പാസ് ചെയ്തെടുക്കാൻ എത്ര ടൈം എടുക്കുന്നുണ്ട് ആ പാർട്ടിക്കിൾ എന്നാണ് അറിയേണ്ടത്. ഓക്കെ, തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം എടുത്തിരുന്നു. ആംപ്ലിറ്റ്യൂഡ് ദാറ്റ് ഇസ് 4.5, ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 3.5. ടൈം പീരീഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ടൈം പീരീഡ് കിട്ടിക്കഴിഞ്ഞാൽ ഒമേഗ കണ്ടുപിടിക്കാം. ഒമേഗ കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് ഒമേഗ ഇസ് ഈക്വൽ ടു 2π/TP എന്ന് പറയുന്നത്. 2π/3.5 ദാറ്റ് ഇസ് 1.8 റേഡിയൻസ് പെർ സെക്കൻഡ്. അപ്പം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ x1 x2 ആണ് രണ്ട് ഡിസ്റ്റൻസ്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പം പിന്നെ പറഞ്ഞിരിക്കുന്നത് ഈ എക്സ് സെയിം സൈഡ് ഓഫ് മീൻ പൊസിഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് മീൻ പൊസിഷൻ്റെ സെയിം സൈഡ്, നമുക്ക് ആ ടി മെഷർ ചെയ്യേണ്ടത് ഫ്രം എക്സ്ട്രീം പൊസിഷൻ എന്നാണെന്നും പറഞ്ഞിട്ടില്ല, അതേപോലെ തന്നെ മീൻ പൊസിഷൻ ആണെന്നും പറഞ്ഞില്ല. സെയിം സൈഡ് ഓഫ് ദ മീൻ പൊസിഷൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നമുക്കിവിടെ എക്സിൻ്റെ വാല്യൂ നമുക്ക് ആർ കോസ് ഒമേഗ ടിയും എടുക്കാം, എക്സിൻ്റെ വാല്യൂ ആർ സൈൻ ഒമേഗ ടിയും എടുക്കാം. ഈ രണ്ട് വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ എടുത്തിരിക്കുന്നത് എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് ഒമേഗ ടി എന്നാണ് എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ഡിസ്റ്റൻസ് x1, ആദ്യത്തെ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് x1 ഇസ് ഈക്വൽ ടു ആർ കോസ് ഒമേഗ T1. ആ ഡിസ്റ്റൻസിനകത്തൂടെ സഞ്ചരിക്കാൻ ഒരു ടൈം ആയിരിക്കും. അപ്പം രണ്ടാമത്തെ ഡിസ്റ്റൻസിലേക്ക് സഞ്ചരിക്കാൻ വേറൊരു ടൈം ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിനകത്ത് ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആണ്, ഒമേഗയും കോൺസ്റ്റൻ്റ് ആണ്. ആ രണ്ട് സാധനങ്ങൾക്ക് മാറ്റം ഉണ്ടാകത്തില്ല. പക്ഷേ ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്യാൻ എടുക്കുന്ന ടൈം ആയിരിക്കത്തില്ല മറ്റേ പോയിന്റിൽ കൂടെ പാസ് ചെയ്തെടുക്കുന്ന ടൈം. ഓക്കെ, അപ്പോൾ x1 ഇസ് ഈക്വൽ ടു ആർ കോസ് ഒമേഗ T1. സോ x1 ഇസ് ഈക്വൽ ടു ആർ കോസ് ഒമേഗ T1. x1 ഫസ്റ്റ് പോയിന്റിൻ്റെ ഡിസ്റ്റൻസ് പറയുന്നുണ്ട് 3.5, ആർ 4.5 കോസ് ഒമേഗ എന്ന് പറയുന്നത് 1.8 ആണ്. T1 ഇപ്പോൾ നമുക്കറിയാം ഒമേഗ ടി എന്ന് പറയുന്നത് റേഡിയൻസ് ആയിരിക്കും. റേഡിയൻ ആയതുകൊണ്ട് നമുക്കതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, ഡിഗ്രിയിലേക്ക് മാറ്റണം. സോ 180/π അതിൻ്റെ കൂടെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ അപ്പോൾ നമുക്ക് T1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന ആൻസറാണ് T1. അതുകൊണ്ട് ഈ ഒരു ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് T1 കിട്ടി 0.38 സെക്കൻഡ്. ഇനി ഇതേപോലെ തന്നെ x2 ഡിസ്റ്റൻസ് ഉണ്ട്. x2 ഡിസ്റ്റൻസ് എന്ന് പറയുമ്പം ആർ കോസ് ഒമേഗ T2. x2 എന്ന് പറയുന്നത് 1.5, ആർ കോസ് ഒമേഗ 1.8 T2. അവിടെയും നമ്മൾ റേഡിയനെ മാറ്റാൻ 180/π സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. സോ T2 എന്ന് പറയുന്നത് അതിനകത്തുനിന്ന് കിട്ടും. കാരണം ആകെ ഒരു പാരാമീറ്റർ ഉള്ളൂ T2. ആ T2ന് നമുക്ക് അതിനകത്തുനിന്ന് ഡയറക്റ്റ് കിട്ടും. ഈ രണ്ട് പോയിന്റുകൾ, അതായത് രണ്ട് പോയിന്റിൽ കൂടെ ഈ പാർട്ടിക്കിൾ പോകാനുള്ള ടൈം ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം T2 മൈനസ് T1 ചെയ്താൽ മതി. അതാണ് ചെയ്തേക്കുന്നത്. വലുതിൽ നിന്ന് ചെറുത് കുറച്ചു. സോ T ഈസ് ഈക്വൽ ടു 0.3 സെക്കൻഡ് എന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ, ഫസ്റ്റ് പോയിന്റിൽ കൂടെ ഡിസ്റ്റൻസിനുള്ള ഇക്വേഷൻ എഴുതി, സെക്കൻഡ് പോയിന്റിൽ കൂടെയുള്ള ഡിസ്റ്റൻസിനുള്ള ഇക്വേഷൻ എഴുതി, അറിയാവുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, ടി വാല്യൂ കണ്ടുപിടിച്ചു, ദെൻ ആ ടിയുടെ ഡിഫറൻസ് എടുത്തു. ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എ ബോഡി ഈസ് വൈബ്രേറ്റിംഗ് വിത്ത് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് 150 mm and frequency 3 cycles per second. Calculate the maximum velocity and acceleration of the body. ആംപ്ലിറ്റ്യൂഡ് 6 തന്നിട്ടുണ്ട്, 150 mm. ദെൻ ഫ്രീക്വൻസി ഹേർട്സിലാണ് തന്നിരിക്കുന്നത്. സോ എഫ് ആണ് കൊടുക്കേണ്ടത് 3. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് മാക്സിമം വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഓഫ് ദ ബോഡി. മാക്സിമം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം നോക്കുക, മാക്സിമം വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ്റെ ഇക്വേഷൻ, വെലോസിറ്റിയുടെ ഇക്വേഷൻ ആർ ഒമേഗ, ആക്സിലറേഷൻ്റെ ഇക്വേഷൻ ഒമേഗ സ്ക്വയർ ആർ. അതായത് എക്സ് വരുന്നിടത്തെല്ലാം എന്തായി, ആറായി. ആ ഒരു ഡിഫറൻസ് ആണ്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ, ദെൻ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ എക്സ്. ഈ രണ്ട് ഇക്വേഷനാണ് വരുന്നത്.
ഇതിനകത്ത് ആറിൻ്റെ വാല്യൂ ഉണ്ടായിരുന്നു. ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.15 മീറ്റർ. എഫ് ഇസ് ഈക്വൽ ടു എന്ന് പറയുന്നതാണ് 3 ഹേർട്സ് ആയിട്ട് അല്ലെങ്കിൽ സൈക്കിൾസ് പെർ സെക്കൻഡ്സ്. സോ ഈ രണ്ടും ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ദെൻ അതിനകത്തുനിന്ന് ഒമേഗ എന്ന് പറയുന്നത് 2πf എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. സോ 2πfന് പകരം 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഒമേഗ 6π റേഡിയൻസ് പെർ സെക്കൻഡ്സ് എന്ന് കിട്ടി. ഇനി മാക്സിമം വെലോസിറ്റി ആണ് ആർ ഒമേഗ. ആറ് ദാണ്ടേ 0.15 മീറ്റർ ആണെന്നുണ്ട്. ഒമേഗ ദാണ്ട 6π എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഒമേഗ സ്ക്വയർ ആറാണ്. ഒമേഗ എന്ന് പറയുന്നത് 6π ദ ഹോൾ സ്ക്വയർ. ആർ എന്ന് പറയുന്നത് 0.15 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ആക്സിലറേഷനും കിട്ടും. മാക്സിമം വെലോസിറ്റിയും ആക്സിലറേഷൻ നമ്മൾ ഒരു ബൈ ഹാർട്ട് ചെയ്ത് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻ അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതിനകത്ത് അറിയാത്ത കാര്യം എന്ന് പറയുന്നത് ഒമേഗ മാത്രമായിരുന്നു. ഓക്കെ, 6 തന്നിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യനകത്ത്. ഒമേഗ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫ്രീക്വൻസി എഫ് ആണ് തന്നേക്കുന്നത്. അപ്പോൾ ഫ്രീക്വൻസി ഒമേഗ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ 2πf എന്നാണ് ഇക്വേഷൻ. ഓക്കെ, നേരത്തെ ടൈം പീരീഡ് തരുമ്പോൾ നമുക്ക് ഒമേഗ കണ്ടുപിടിക്കാൻ അറിയാമായിരുന്നു. ഇതുപോലെ എഫ് തരുമ്പോൾ നമുക്ക് എങ്ങനെ ഒമേഗ കണ്ടുപിടിക്കും, ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ക്ലിയർ ആയോ? ഇത്രയുമാണ് സിമ്പിൾ ഹാർമോണിക് മോഷനെ റെപ്രസെൻറ്റ് ചെയ്തു വരുന്ന പ്രോബ്ലംസ്. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും നോക്കുക. സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻസ്, ആ ഇക്വേഷൻസിനെ യൂസ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ്. സിമ്പിൾ പ്രോബ്ലംസ് ആണ്. എക്സാമിന് മസ്റ്റായിട്ട് ഇതേപോലെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അത് നന്നായിട്ട് വൃത്തിയായിട്ട് നോക്കുക. താങ്ക് യു.